ബിഗ് ബോസിൽ പോയിട്ട് നെഗറ്റീവായിട്ട് ഇറങ്ങാത്ത ചുരുക്കം പേരെ കാണുള്ളൂ. അതിൽ ഒരാളാണ് ഇത്ത. മീൻസ് നെഗറ്റീവ്സ് ഒന്നും അങ്ങനെ ഇല്ല, വന്നിട്ടില്ല. എല്ലാവരും അപ്പം നമുക്ക് മനസ്സിലാവും ഒരുപാട് നാളെ നമുക്ക് അതിനകത്തൊന്നും അഭിനയിച്ച് നിൽക്കാൻ പറ്റില്ല. ഇപ്പൊ റിയൽ ലൈഫിലും ഇത്ത എന്താന്ന് നമുക്ക് അതിലൂടെ മനസ്സിലായി. ശരിക്കും പറഞ്ഞാല് ദേഷ്യം വന്നിട്ടുണ്ടോ അതിനകത്ത് നിൽക്കുന്ന സമയത്ത്? പിന്നെ ദേഷ്യവും സങ്കടവും ഒക്കെ വന്നിട്ടുണ്ട്, എന്ത് ഇറങ്ങിപ്പോകാൻ തോന്നിയിട്ടുണ്ട്. പക്ഷെ നമ്മള് ശരിക്കും നമ്മുടെ സ്വഭാവം ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞാൽ നമ്മുടെ സ്വഭാവം വരും. ഈ 60-70 ക്യാമറയൊന്നും ആരും മൈൻഡ് ചെയ്യില്ല. അപ്പം ആദ്യമൊക്കെ നമ്മൾ ബലം പിടിക്കില്ല അവരും, അയ്യോ ക്യാമറയുണ്ട് ശ്രദ്ധിച്ച് സംസാരിക്കണം, നടത്തത്തിൽ ശ്രദ്ധിക്കണം എന്നൊക്കെ. ക്യാമറ മറന്നു പോകും. പിന്നെ നമ്മളാവണം അവിടെ. പിന്നെ ഗെയിമാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഒരു ഗെയിമും അല്ല, അത് അവരുടെ സ്വഭാവം തന്നെയാ. അല്ലാണ്ട് ഗെയിം ആണെങ്കിലും നമ്മൾ ചൂടാവേണ്ട അടുത്ത് ചൂടാവണം, അത് വേറെ കാര്യം. ബിഗ് ബോസിൽ ചൂടാവേണ്ട അടുത്ത് പ്രതികരിക്കണം, അതാണ് ബിഗ് ബോസ്. ഞാൻ അങ്ങനെ വലുതായിട്ട് പ്രതികരിച്ചില്ല. ഞാൻ വിചാരിച്ചു എന്റെ അടുത്ത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വെച്ചു കൊടുക്കുക, റിയൽ ആയിട്ട് നിന്നു. അത് ഞാൻ റിയൽ ആയിട്ട് എന്റെ അടുത്ത് ഇങ്ങോട്ട്. പക്ഷെ എനിക്ക് അവിടെ ഞാൻ പുറത്തുനിന്ന് കണ്ട ആൾക്കാരെല്ലാം അകത്ത്, പുറത്തുനിന്ന് ഒരുപാട് എന്നെ ഇഷ്ടമുള്ളവരൊക്കെ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. അവരാരും എന്നോട് അവിടെ എനിക്ക് സ്ക്രീൻ സ്പേസ് തന്നില്ല എന്നാണ്. ശരിക്കും സംസാരിക്കാനുള്ള ഒരു ഇടം നമുക്ക് തരണ്ടേ. നല്ല സൗഹൃദം കിട്ടിയിട്ടുണ്ടോ അവിടുന്ന്? ഇല്ല ഇല്ല ഇല്ല, അവിടെ ഒരാൾ പോലും ഇല്ല സ്റ്റിൽ കോണ്ടാക്ട് ഉള്ള? ഇല്ല, ഞാൻ അവിടുത്തെ ആരോടും ഞാൻ സംസാരിക്കാറ് പോലും ഇല്ല. നമ്മളപ്പം ഈ ഒരു സ്ക്രീനിൽ കാണുന്നതിലും അപ്പുറം എന്തൊക്കെയോ ട്രോമാസ് അതിന്റെ അടുത്ത് പിന്നെയും ഭേദം ആര്യയുടെ കല്യാണത്തിന് എന്നെ വിളിച്ചിരുന്നു. ആ കുട്ടി എന്നോട് വന്നപ്പോൾ എന്നോട് ചേച്ചി എന്ന് പറഞ്ഞാൽ റെസ്പെക്ട് എനിക്ക് തരുന്നുണ്ട് ആ കുട്ടി. അപ്പൊ ഞാൻ മിണ്ടും. എന്നോട് ഇങ്ങോട്ട് നന്നായി സംസാരിച്ച് ചേച്ചി എന്നുള്ള ഒരു റെസ്പെക്ട് തരുകയാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. അതല്ലാതെ ഇപ്പോഴും ബലം പിടിച്ച് നടക്കുന്നവരുണ്ട് അതിൻ്റെ അകത്ത് പുറത്തിറങ്ങിയിട്ടും. ആര്യ കുഴപ്പമില്ല, മഞ്ജു പത്രോസ് കുഴപ്പമില്ല, ഫുക്രു അവരൊക്കെ ഓക്കെയാണ്. അവരൊക്കെ കണ്ടാലും ചേച്ചി ആ റെസ്പെക്ട് ഉണ്ട്. അതിൽ കുറച്ച് പേർക്ക് ഇപ്പോഴും ബലം പിടിച്ച നടന്നോട്ടെ, ആയിക്കോട്ടെ, നമുക്ക് എന്താ പ്രശ്നമില്ല. അപ്പൊ അതവരുടെ ക്യാരക്ടറാ, അപ്പൊ നമ്മൾ അതനുസരിച്ച് നിന്നാൽ മതിയല്ലോ. ശരിക്കും എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നെഗറ്റീവ്സ് ഒരുപാട് പേർക്ക് ലൈഫ് ലോങ് നെഗറ്റീവ് ഉണ്ടാക്കിയ ഒരു സീസണും കൂടിയാണ്. അത് വരും അതില്. ആ ഷോ എന്ന് പറയുന്നത് നല്ലതും ആവാം ചീത്തതും ആവാം, രണ്ടുമായിട്ടാ നിൽക്കാത്. നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അത് ഭയങ്കര നമുക്കങ്ങ് ഒന്നും ഇല്ലല്ലോ, നമുക്ക് പത്രവും ഇല്ല, സമയവും ഇല്ല, ഒന്നും അറിയില്ല, ഒരു എന്റർടൈൻമെന്റും ഇല്ല. ബിഗ് ബോസ് പറയുന്ന ടാസ്ക് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ വീട്ടിലിങ്ങനെ ഇരിക്കല്ലേ, നമ്മളിങ്ങനെ നോക്കുമ്പോഴത്തേക്കേ അതായത് നമ്മൾ ഇപ്പൊ നമ്മുടെ നോർമൽ ലൈഫിലാണെങ്കിൽ നമ്മൾ അങ്ങനെ വഴക്കുണ്ടാക്കാത്ത കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് അതിനകത്ത് വഴക്ക്, അതെന്തായിരിക്കും ഇതാ? അത് വരും, നമ്മൾ ചൂടായി പോവും. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഈ വെള്ളം വെച്ചു, ഈ വെള്ളം ഞാൻ കുടിച്ചിവിടെ വെച്ച് കഴിഞ്ഞിട്ട് ഞാനിപ്പോ ആരോടെങ്കിലും സംസാരിച്ചിരിക്കുമ്പോൾ നൂർജഹാൻ വന്നിട്ട് ഈ വെള്ളം കുടിക്കുമ്പോൾ ഞാൻ എൻ്റെ ഒരു നല്ല മനസ്സിറങ്ങി ഞാൻ പറയാ മുഴുവൻ കുടിക്കില്ലട്ടാ, ഞാൻ എടുത്ത് വെച്ചതാട്ടെ, വേറെ വെള്ളം ഇല്ല എന്ന് പറയുമ്പോൾ ഓ ശരി കേട്ടോ എന്ന് പറഞ്ഞ് അവിടെ വെക്കും വെള്ളം. വേറെ വെള്ളം എടുത്ത് പോയി കുടിച്ചോ, എനിക്ക് ദാഹിക്കുന്നത് ഇയാളുടെ ബോട്ടിൽ മാത്രമല്ലല്ലോ ഇത് എന്നൊക്കെ പറയുമ്പോ തുടങ്ങും അവിടെ പ്രശ്നം. മനസ്സിലായി. അപ്പൊ അങ്ങനെ വരും. അങ്ങനെ വരാൻ കാരണം നമ്മുടെ ഓൾറെഡി ഫ്രസ്ട്രേറ്റഡ് ആണ്. അതാ ഭയങ്കര പ്രശ്നം. ഭക്ഷണം ഇല്ല, ഉറക്കമില്ല. അതെ, ടൈം അറിയില്ലല്ലോ. ഇപ്പം അവിടെ രാത്രി 1 മണിയായിരിക്കും ലൈറ്റ് ഓഫ് ചെയ്യുന്നത്. നമുക്കറിയില്ല 1 മണിയാണോന്ന് നമുക്കറിയില്ലല്ലോ. പകല് ഉറങ്ങാതൊക്കെ എങ്ങനെയായിരിക്കും? പകല് നല്ല ഉറക്കം വരും. ഞാനൊക്കെ എങ്ങനെ കള്ളുറക്കം ഉറങ്ങിയിട്ടുണ്ടെന്നറിയോ, ഇങ്ങനെ കണ്ണടച്ചിട്ട് ഇങ്ങനെ കേൾക്കും. മാജിക് കാണിച്ച് ഉറങ്ങാൻ പറ്റുമോ? ഈ മാജിക് ഇപ്പൊ നമ്മൾ മാജിക്കിലോട്ട് പറഞ്ഞപ്പം എന്താ ഇതിന്റെ സീക്രട്ട്? മാജിക് സീക്രട്ട് തന്നെയല്ലേ? അത് സീക്രട്ട് തന്നെയാണ്. അതെല്ലാവർക്കും പഠിക്കാൻ പറ്റുമോ? പഠിക്കാൻ എല്ലാവർക്കും പറ്റും. പക്ഷെ ആ സീക്രട്ട് പിന്നീട് ആരും അത് പൊട്ടിക്കരുത്. ആ സീക്രട്ട് ആരും പൊട്ടിക്കാൻ പാടില്ല. ഒരു മജീഷ്യൻസ് പോലും അത് വെളിയിൽ പറയല്ല. അത് കഴിഞ്ഞ് പോയി. മാജിക്കിന്റെ രഹസ്യം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഒന്നുമല്ല. നമുക്ക് ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന എന്തെങ്കിലും വെച്ചിട്ട് ഒരു കുഞ്ഞു സംഭവം ചെയ്യാൻ പറ്റുമോ? ഇവിടെ വെച്ചിട്ട് എന്താ? ഈ ഒരു ബോട്ടിൽ വെച്ചിട്ടോ? ഈ ബോട്ടിൽ വെച്ചിട്ട് അല്ല, ഈ ബോട്ടില് ഇതിപ്പോ ഒരു ബോട്ടിലാണ്. ഞാൻ നോക്കട്ടെ എനിക്ക് ഡീകോഡ് ചെയ്യാൻ പറ്റുമോന്ന്. ഇതൊരു ബോട്ടിലാണ്. ഈ ബോട്ടിൽ ഇത്രയല്ലേ വെള്ളമുള്ളൂ. ഈ വെള്ളം കുറക്കാൻ വേണമെങ്കിൽ നമുക്ക് വിചാരിച്ചാൽ കുറക്കാം, കൂട്ടണമെങ്കിൽ നമുക്ക് കൂട്ടാം. പക്ഷെ വേണ്ട, ഈ ബോട്ടിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റ് ചെയ്യിപ്പിക്കാം. ഇതിന്റെ അകത്തുനിന്നോ അല്ലെങ്കിൽ ഇതിന്റെ സൈഡിൽ നിന്നോ എവിടെന്നെങ്കിലും നമുക്ക് എന്തെങ്കിലും വസ്തു നമുക്ക് എടുക്കാം. അപ്പൊ നമ്മളിങ്ങനെ കയ്യിലിങ്ങനെ പിടിച്ചിരിക്കല്ലേ, 1 2 3 കയ്യിൽ പിടിച്ചിരിക്കില്ലേ? എന്റെ കൈ ശ്രദ്ധിച്ച് നോക്കണേ. 1 2 3 ഈ കൈ ഞാൻ എടുത്തിട്ട് ഇങ്ങനെ വെച്ചു. ഇപ്പം ഒന്നുമില്ലല്ലോ. ഉറപ്പല്ലേ? ഇനി എന്റെ ഈ ബോട്ടിൽ എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് കൈയടക്കെന്ന് പറയും. ഇതിന്റെ ഈ ബോട്ടിലിന്റെ അടിയിൽ ഒരു സാധനം ഉണ്ടാവും. എടുത്തു നോക്കിക്കോ.
കണ്ടോ ഒരു മോതിരം ഹാൻഡ് ട്രിക്സ് ആണ്. യെസ്, അത് എവിടുന്നോ അത് എങ്ങനെ നമ്മുടെ കണ്ണുപിടിച്ച് സാധനം വന്നവിടെ. അപ്പൊ അതാണ് ഹാൻഡ് ട്രിക്സ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ആ മോതിരം ഇവിടുന്ന് ഊരി ഇവിടെ വെച്ചൊന്നും കണ്ടില്ലല്ലോ. ഇല്ല, ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, അതൊന്നും കാണാൻ പറ്റുന്നില്ല. ഇതിന്റെ ബേസിക് മുതല് വാപ്പിച്ച തന്നെ പഠിപ്പിച്ചത്? പഠിപ്പിച്ചത്. കൊച്ചിലെ മുതൽ ഇൻട്രസ്റ്റ് ആയിരുന്നു, ഇങ്ങനെ പുറകെ നടക്കായിരുന്നു എനിക്ക് പഠിപ്പിച്ചത്? ഇല്ല മാജിക് പഠിക്കണം എന്നൊരു ആഗ്രഹം ഇല്ലാത്ത ഒരാളായിരുന്നു ഞാൻ. ഞാൻ ശരിക്കും മാജിക് ഉപ്പച്ചിയുടെ കൂടെ പോകുമ്പോ അസിസ്റ്റന്റ് ആയിരുന്നു മാജിക്കിന്റെ, ഞാൻ ഉപ്പച്ചി മമ്മിയൊക്കെ. അപ്പൊ അങ്ങനെ നമ്മുടെ വയറ്റിപ്പഴപ്പം ആയതുകൊണ്ട് കൂടെ അങ്ങനെ പോയി ചെയ്യാന്നല്ലാതെ ഇങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ ചെറിയ ഐറ്റംസ് ഒക്കെ എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ വേണ്ടി ഉപ്പച്ചി പഠിപ്പിച്ചു തരും. ഉപ്പച്ചി മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തൊരു തമ്മനം അബ്ദുള്ള എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ഒരു മാജിക് പ്രൊഡക്റ്റ് ഒക്കെ വിൽക്കുന്ന ഒരാളാണ്. പുള്ളിയാണ് സാധനങ്ങളൊക്കെ തരും, എക്യുപ്മെന്റ്സ് ഒക്കെ തരും. അങ്ങനെ മാജിക്. അതെ അതെ. ഉപ്പച്ചിയുടെ ഒരു നഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഭയങ്കര ഒരു സംഭവം തന്നെ ആയിരിക്കും അല്ലേ? തീർച്ചയായിട്ടും തീരാ നഷ്ടമല്ലേ അതൊക്കെ. ഉപ്പാമാര് പോവാന്ന് പറഞ്ഞാൽ തീരാ നഷ്ടമല്ലേ. പിന്നെ നിങ്ങള് രണ്ടാളും അല്ലേ? പിന്നീടുള്ള ലൈഫ് എങ്ങനെയായിരുന്നു ഇത്താ? പിന്നെ ലൈഫ് എനിക്കൊരു ജോലി ഉണ്ടല്ലോ എന്ന് വെച്ചാൽ ഉപ്പച്ചി ജീവിച്ചിരിക്കുമ്പോ തന്നെ ഞാൻ ഉണ്ട്. ഉപ്പച്ചി മരിക്കുമ്പോൾ ഞാൻ കാര്യസ്ഥൻ കഴിഞ്ഞു. കാര്യസ്ഥൻ എന്ന മൂവി കഴിഞ്ഞു. അതിന്റെ ഒരു റീ എൻട്രി മൂവിയാണ് ശരിക്കും മലയാളത്തില്. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ കുറെ പടങ്ങൾ ചെയ്തു തുടങ്ങിയത്. അപ്പൊ പിന്നെ കുഴപ്പമില്ലാത്ത രീതിയിൽ പടങ്ങൾ കിട്ടി തുടങ്ങി എനിക്ക്. പിന്നെ സിസ്റ്റർ ഉണ്ട് എനിക്ക്, അത് അവള് തൊടുപുഴ സെറ്റിലാണ്. സെഫ്നി എന്നാ പേര്, സെഫ്നി ഖാൻ. നല്ല വെറൈറ്റി പേരുകൾ. അതുപോലെ ഇപ്പൊ നമ്മള് മൂവിയുടെ കാര്യം പറഞ്ഞു. യൂഷ്വലി ഈ ഒരു സീരിയലില് ആക്ട് ചെയ്തവര് അധികം നമ്മൾ സിനിമയില് കാണുന്നത് കുറവായിരിക്കും. അതുപോലെ സിനിമ ചെയ്യുന്നവര് സീരിയലില് കുറവായിരിക്കും. ഇത്തവണ കേസ് നോക്കുകയാണെങ്കിൽ സിനിമയിലുണ്ട് സീരിയലിലുണ്ട്. സീരിയലിൽ ഇപ്പൊ കുറെ ഞാൻ ചെയ്തിട്ട്, ബട്ട് സീരിയലും ചെയ്തിട്ടുണ്ട്. രണ്ടും ഉണ്ട്, രണ്ടും ഉണ്ട്. ആ സമയത്ത് സിനിമ കുറവായിരുന്നു, കൊല്ലത്തിൽ ഒരു 1-2 പടങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ശരിക്കും എന്താ അതിന്റെ റീസൺ? അത് ഈ സിനിമ സീരിയല് അങ്ങനെ അങ്ങനെ റീസൺ എന്ന് പറയാനൊന്നുമില്ല. ആ കാലത്ത് പിന്നെ എനിക്ക് പറ്റിയ ക്യാരക്ടർ ഉണ്ടായിട്ടുണ്ടാവില്ല. കാരണം അത്ര ഒരു ക്യാരക്ടർ റോൾ ചെയ്യാൻ മാത്രമുള്ള ഒരു സൈസ് ഒന്നും അന്ന് ഇല്ലായിരുന്നു. ഞാൻ ഒരു ചേച്ചി, ഒരു ചേട്ടത്തിയമ്മ. എന്നാലും അതിൻ്റെ അകത്ത് വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ എന്ന് പറഞ്ഞ മൂവിയിലാണ് പിന്നെ ചേട്ടത്തിയമ്മയായിട്ട് ചെയ്തത്. ജയറാമേട്ടന്റെ ചേട്ടത്തിയമ്മ, ലോഹിദാസിന്റെ പടം, സത്യനന്ദിക്കാടിന്റെ മൂവി. പിന്നൊന്നും അങ്ങനത്തെ ക്യാരക്ടർ റോളുകൾ എനിക്ക് കിട്ടിയില്ലായിരുന്നു. അതുകൊണ്ടാണ്, വേറൊന്നുമല്ല. പിന്നെ കാര്യസ്ഥൻ കഴിഞ്ഞപ്പോൾ ആ കാര്യസ്ഥൻ ഹിറ്റ് ആയപ്പോഴാണ് കുറെ മൂവീസ് അങ്ങനെ. പിന്നെ നമ്മൾക്ക് തെസ്നി ഈ റോള് തെസ്നി ചെയ്താൽ നന്നാവും എന്ന് പറഞ്ഞിട്ട് ചിലവർ വിളിച്ചിട്ടാണ് ചില സിനിമകൾ ഞാൻ ചെയ്തത്. അങ്ങനെ അത് പിന്നെ ഇപ്പം നോക്കുന്നത് എന്താന്ന് വെച്ചാൽ ഇപ്പൊ സീരിയൽ ഞങ്ങൾ ചെയ്ത കാലത്തെ പോലത്തെ സീരിയലല്ല ഇപ്പൊ സീരിയൽ ശരിക്കും തെലുങ്ക് തമിഴ് സ്റ്റൈലായി മാറി. ഒരു അപൂർവം ചില സീരിയലിൽ മാത്രമേ ഉള്ളൂ ഒരു എന്താ പറയാ നാച്ചുറൽ ഫീൽ ചെയ്യുന്ന. അത്തരത്തിലുള്ള സീരിയൽസ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഓരോ ട്രെൻഡിനൊത്ത് മാറണം നമ്മള്. കാരണം ഇപ്പം ആൾക്കാർക്ക് ഇഷ്ടം സാരിയും ഓർണമെന്റ്സും ഒക്കെ കാണാനാണ്. ഒരു എപ്പിസോഡിൽ ആ ആർട്ടിസ്റ്റ് എത്ര സാരി ഉടുത്ത് ഏതുതരം കമ്മലിട്ട്, അതാണ് അവര് വീട്ടമ്മമാർ പോയി ഷോപ്പ് ചെയ്യുന്നത്. മനസ്സിലായി.